സുഹൃത്തുക്കളെ, എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, എന്റെ ചക്കര പൊന്ന സുഹൃത്തുക്കൾക്ക് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അഥവാ എന്തെങ്കിലും അസുഖങ്ങളോ മനപ്രയാസ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും സാരമില്ല, അതൊക്കെ മാറിക്കോളും. കാലം വായിക്കാത്തതായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനല്ലേ ഫ്രണ്ടിൽ പോയിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ട് വന്നിരിക്കുമ്പോഴാണ് ഞാനിത് പറയണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വെൽക്കം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് അതെനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് ഞാനത് സജസ്റ്റ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ഞാൻ ഒരുപാട് സാധനങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ നോക്കി ഫിൽട്ടർ ചെയ്തിട്ടാണ്, എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അഹങ്കാര ചാടയല്ല കേട്ടോ, സത്യ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ കുറെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഞാൻ എടുത്തേക്കണത്. അപ്പൊ അതില് എടുത്തേക്കുന്നതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓരോ ആൾക്കാരുടെ സ്കിൻ ടൈപ്പ് വ്യത്യാസപ്പെട്ടിരിക്കാൻ, അപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയാ, എനിക്ക് ഏകദേശം ഒരു ധാരണ അല്ലാണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റണം. അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങള് കണക്കിലെടുത്തിട്ടാണ് ഞാൻ ഫിൽട്ടർ ചെയ്തിട്ട് ഈ സാധനങ്ങൾ സെലക്ട് ചെയ്തോടെ വെച്ചേക്കുന്നത്. അപ്പൊ അധികം വാചകം അടിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്, നമുക്ക് എപ്പോഴും നമുക്കൊരു സ്കിൻ പ്രോബ്ലം ആയിട്ട് വരുന്ന സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് ടാൻ ആണ്. സൺ ടാൻ, സൂര്യപ്രകാശം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വെയിലത്തൊക്കെ കുറേ നേരമൊക്കെ ഇറങ്ങിയൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് സൺ ടാൻ വരും. അപ്പോഴത്തേക്കിന് സൺ ടാൻ മാറ്റാനായിട്ടുള്ള ഒരു നല്ലൊരു ക്രീമാണ് ക്രീം അല്ല, ഇതൊരു പാക്കാണിത്. രാഗ എന്ന് പറഞ്ഞിട്ട് ഡീറ്റാൻ ടാൻ റിമൂവൽ ക്രീം. ഇതൊരു പാക്ക് ക്രീം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ക്രീമിന്റെ ടെക്സ്ചർ ആണ്, പക്ഷെ ഇതൊരു പാക്ക് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇത് എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ കിട്ടും, നൈക്കയിൽ കിട്ടും, മിന്ത്രയിൽ കിട്ടും. ഇത് നിങ്ങൾക്ക് ഇത്ര വലിയ, ഇതിനൊരു 1000 എബോവ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത്രയും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ കുട്ടി സാഷീസ് കിട്ടും. അതിന് എത്ര രൂപയാന്നുള്ളത് ഞാൻ മറന്നു കേട്ടോ, സോറി. അപ്പം അതെന്തോ 300 ബിലോ എന്തോ എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഓക്കെ, ഇത് ഞാൻ പുളിച്ച പേസ്റ്റിന്റെ മണമാണ് ഇതിന്. പുളിച്ച പേസ്റ്റോ? അതെന്ത് പേസ്റ്റാണ്? ഓക്കെ, എന്നാലും ഞാൻ ഇത്ര യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആണ് കേട്ടോ. ഇത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും തീരത്തൊന്നുമില്ല. ഞാനിത് വർഷങ്ങളെന്ന് വെച്ചാൽ ഒത്തിരി വർഷങ്ങളൊന്നുമല്ല, എന്നാലും ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് രാഗയുടെ ഡീറ്റാൻ ടാൻ റിമൂവൽ ക്രീം. നല്ല പ്രൊഡക്റ്റ് ഇത്. അടുത്തത് വന്നിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സൺസ്ക്രീൻ ഉണ്ട്. എന്റെ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മെനക്കെട്ടൊരു സ്കിന്ന് വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല. കാരണം ചില സമയം ഞാൻ വെളുത്തിരിക്കും, ചില സമയം ഞാൻ ഈ നിറത്തിലിരിക്കും, ചില സമയം ഞാൻ കറുത്തിരിക്കും, ചില സമയം ഓയിലി ആയിരിക്കും, ചില സമയം ഡ്രൈ ആയിരിക്കും. അങ്ങനെ എനിക്ക് തന്നെ നിശ്ചയമില്ല എന്താന്നുള്ളത്. അപ്പൊ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് നല്ല എണ്ണയിൽ ഇങ്ങനെ പുഴുങ്ങിയെടുത്ത കണക്കുണ്ടാവും ഞാൻ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന, എനിക്ക് അത്ര പ്രോബ്ലം തോന്നാത്ത ഒരു സൺസ്ക്രീൻ ആണ് ലോട്ടസിന്റെ UV സൺസ്ക്രീൻ മാറ്റ് ജെൽ അൾട്രാ സൂത്തിങ് മാറ്റ് ലുക്ക് ഓയിൽ കൺട്രോൾ SPF 50 UVB. ഇത് ഞാൻ യൂസ് ചെയ്ത് ലാസ്റ്റ് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നറിയാമോ? ഇതിനെ ഞാൻ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാക്കും. എന്നിട്ട് തോണ്ടി യൂസ് ചെയ്തിട്ട് കണ്ടോ. ഇത് ഞാൻ എപ്പോഴും സ്റ്റോക്ക് വെക്കും കേട്ടോ. അപ്പൊ ഇത് അങ്ങനെ 2 എണ്ണം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബോഡി സ്ക്രബാണ്. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഫോർഡബിൾ ആണ്, അത്യാവശ്യം നല്ലൊരു റിസൾട്ടും ഉണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് സ്ക്രബൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും സ്കിന്നൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട്, കുറച്ചൊക്കെ ടാൻ ഒക്കെ ഒന്ന് റിമൂവ് ആയ പോലെ, അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നാലും കുറച്ചൊക്കെ നമുക്കൊന്ന് ഫ്രഷ് ലുക്ക് ഫീൽ ചെയ്യും. അങ്ങനത്തെ ഒരു സ്ക്രബാണ് എംകഫേന്റെ കോഫി ബോഡി സ്ക്രബ്. ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നാ സ്മെല്ലാന്നറിയാവോ? നല്ല
കട്ടൻ കാപ്പി നല്ല കറുത്ത കട്ടൻ കാപ്പി. ആ കട്ടൻ കാപ്പിന്റെ സ്മെല്ലാണ് ഇതിന്. അയ്യോ, കലക്ക സ്മെല്ലാണ് ഇതിന്. അപ്പോ എം കഫേന്റെ ബോഡി സ്ക്രബ്, ഇതിന് നല്ല ഗ്രാനുൾസ് ഉണ്ട്, നല്ല സ്ക്രബാണ് ഇത്. ഫേസിലും യൂസ് ചെയ്യാം കേട്ടോ. ബോഡി സ്ക്രബ് എന്ന് പറഞ്ഞാൽ ഫേസിലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു സിറമാണ്. ഇത് വന്നിട്ട് നിങ്ങൾ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. ഇത് അഡ്വാൻസസ് നെയിം 96 മൂസിൻ പവർ എസൻസ് എന്ന് പറഞ്ഞിട്ട് കോസാറക്സിന്റെ. ഇത് നല്ലൊരു സിറമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണിത്. ഇതിന്റെ അടപ്പൊക്കെ പോയി കേട്ടോ. എനിക്ക് സൂക്ഷ്മത കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് അണ്ടർആംസില് കുറച്ച് ഡാർക്ക്നെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ, എനിക്ക് കുറച്ച് വണ്ണം ഒക്കെ ഉണ്ട്, പിന്നെ എനിക്ക് ചെറിയ തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അണ്ടർആംസിൽ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള അങ്ങനെ ഭയങ്കര പെട്ടെന്നൊരു റിസൾട്ട് അല്ല, എന്നാലും നമുക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി മാറ്റമൊക്കെ തോന്നും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർപ്പിന്റെ കുറച്ച് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ബോഡി വൈസിന്റെ AHA BHA അണ്ടർആം റോൾ ഓൺ. ഇത് തന്നെ പുതിയ പാക്കാണ്. ഇതാണ് അതിന്റെ പഴയ പാക്ക്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഞാനിത് ഓൾറെഡി യൂസ് ചെയ്തിട്ട്, ഇതെന്റെ 3ാമത്തെയാണ്. ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ട് ഞാൻ പുതിയത് വാങ്ങിച്ചതാണിത്. 3ാമത്തെ ബോട്ടിൽ ഇത്. പിന്നെ വന്നിട്ട് ഒരു സിറമാണ്, ദി ഓർഡിനറിന്റെ നിയാസിനമൈഡ് 10% സിങ്ക് 1%ന്റെ സിറം. ഇതും ഒരു നല്ല സിറമാണ്. ഇതും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ കോമ്പാക്ട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ലെന്ന്. പക്ഷെ ഇതൊരു പൗഡറാണ്, ലൂസ് പൗഡറാണിത്. നിങ്ങൾ ഫേസിൽ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ പോലും കൊണ്ട് നിങ്ങൾക്ക് ഈ സാധനം മേടിച്ചു വെക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടും. കാണിച്ചു തരാം. ഇതിങ്ങനെ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് എക്സ്ട്രാ ഉള്ളത് ഇങ്ങനെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് വലിയതായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. ഇത് വന്നിട്ട് മെബിലൈൻ ഫിറ്റ്മിയുടെ ആണ് കേട്ടോ. മീഡിയം ഡീപ്പാണ് എന്റെ ഷെയ്ഡ് 30. ഇത് നല്ലൊരു സാധനം ഇത്. പിന്നെ വന്നിട്ട് ഇനി ഇതിൽ ഏത് കാണിക്കണം എന്നാണ്. ഓക്കെ, ജോവീസിന്റെ നമ്മളിപ്പം ഹെയർ പാക്കോ അല്ലെങ്കിൽ കണ്ടീഷണറോ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് മുടി നല്ല ചമ്മന്തിയായി പോയിട്ടിരിക്കും എന്നുള്ളൊരു പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹെയർ സ്പാ മാസ്ക് ആണിത്. ഹെയർ മാസ്ക് ആയിട്ടും കണ്ടീഷണർ ആയിട്ടും ഒക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ജോവീസ് ഹെർബൽ അരഗൻ ഓയിൽ ഫ്രം മൊറാക്കോ ഹെയർ സ്പാ മാസ്ക് കേട്ടോ. നമ്മുടെ മുടിയൊന്നും ചപ്പിയൊന്നും ഇരിക്കത്തില്ല. കുറച്ച് വോളി ഒരു ഇച്ചിരി തോന്നിയാൽ അത്രേ ഉള്ളൂ. അല്ലാണ്ട് മുടി ചപ്പിയോ അല്ലെങ്കിൽ ഇങ്ങനെ പതുങ്ങിയൊന്നും ഇരിക്കത്തൊന്നുമില്ല. നമ്മൾ മറ്റുള്ള ഈ സ്പാ ഒക്കെ യൂസ് ചെയ്യുന്നതിന് കുറച്ചൊന്ന് ഒതുങ്ങിയ പോലെ തോന്നില്ലേ, അങ്ങനെയല്ല. ഇത് കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണിത്. പിന്നെ വന്നിട്ട് ഞാനൊരു പ്രൈമറാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് പാക്കിന്റെ പ്രൈമറാണ്. കുറച്ചൊരു എക്സ്പെൻസീവ് ആണ്. എന്തോ 800 എത്രയോ, എനിക്ക് ഇതിനൊന്നും വില ഓർമ്മയില്ല. നമ്മൾ വാങ്ങിക്കും, വില ഒന്നും ഓർമ്മയില്ല. ഇതിന് പക്ഷെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിങ്ങൾക്ക് വേറൊരു സാധനം സജസ്റ്റ് ചെയ്യാം. ഇതിന്റെ തന്നെ ഇത്രയും റിസൾട്ട് ഉണ്ടോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷെങ്കിൽ ഇതിന്റെ തന്നെ സെയിം കൺസിസ്റ്റൻസിയിലുള്ള ഒരെണ്ണം കാണിച്ചു തരാം. റെനയുടെ റെനയുടെ പ്രൈമർ. റെനെ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ പ്രൈമർ. പിന്നെ വന്നിട്ട് എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് സിറം ഉണ്ട്, ബ്രില്യൻ മാക്സ് സിറം എന്ന് പറഞ്ഞിട്ട് സ്കിൻ ബ്രൈറ്റനിങ് ആണ്. ഇത് ഇതെന്റെ 2ാമത്തെ ബോട്ടിലാണ്. ഇത് കുറച്ച് എനിക്ക് എഫക്റ്റീവ് ആയി തോന്നിയിട്ടുണ്ട്. ബ്രില്യൻ മാക്സ് സിറം മൾട്ടി ഫങ്ഷൻ സ്കിൻ ബ്രൈറ്റനിങ്. ഇത് നിങ്ങൾക്ക് ഷോപ്പിലോ ഓൺലൈനിലോ ഒന്നും കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട്, പക്ഷെ വീഡിയോയ്ക്ക് നീളം കൂടുന്നുണ്ട്. നമുക്കിനി വേറെ ദിവസം അതിനെപ്പറ്റി സംസാരിക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ടെങ്കിലും അത് രേഖപ്പെടുത്തൂ കേട്ടോ, പ്ലീസ്. ഇത് കാണുന്ന ആൾക്കാർ ഒന്ന് കമന്റ് ഇടൂ. നിങ്ങൾ ലൈക്ക് ഇടണമെന്ന് പോലും ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ കമന്റ് ഇടൂ, ദയവായിട്ട് കമന്റ് ഇടൂ പ്ലീസ്. അപ്പോഴത്തേക്കിനും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ അസൗകര്യങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും. അതൊക്കെ ലൈഫിന്റെ ഭാഗമാണ് എന്ന് വിചാരിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ ബൈ.